ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന വസ്തുതകൾ വിലയിരുത്തുക, ശരിയായവ തിരഞ്ഞെടുക്കുക. ചുവടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഈ പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. നോക്കൂ, ഏതാണ് ശരിയായവ നോക്കൂ ട്ടോ. നോക്കാല്ലോ നമുക്ക്, അല്ലേ? ഓക്കെ, ഒന്നാമത്തെ പ്രസ്താവനയാണ്, ഭൂമിയുടെ ആകൃതി പാരാബോള ആണ്. ഭൂമിയുടെ ആകൃതി എന്താണ്? പാരാബോള ആണ്. ആണോ? ശരിയാണോ? ഭൂമിയുടെ ആകൃതി പാരാബോള ആണോ? അല്ല. ഭൂമിയുടെ ആകൃതി എന്താണ്? ജിയോയിഡ് ആണ്. അല്ലെ? എന്താണ്? ജിയോയിഡ് ആണ് ഭൂമിയുടെ ആകൃതി. ജിയോയിഡ് ആണ് ഭൂമിയുടെ ആകൃതി. ഉറപ്പല്ലേ? അടുത്തത്, അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂമി സ്വയം കറങ്ങുന്നത്. അത് ശരിയാണ്, അല്ലെ? ഭൂമി സ്വന്തം അച്ചുതണ്ടിലാണ് കറങ്ങുന്നത് എന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. അടുത്ത നോക്കൂ, ലോക ഭൗമദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 23-നാണ്. ശരിയാണോ ആ പ്രസ്താവന? ശരിയാണോ? തെറ്റാണ്. 23-നല്ല, 22-ന് ആണ്, അല്ലെ? ഏപ്രിൽ 23 അല്ല, ഏപ്രിൽ 22 ആണ്. അടുത്തത്, ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ ഏകദേശ താപനില എന്ന് പറയുന്നത് 5500°C ആകുന്നു. അത് ശരിയാണോ? ശരിയാണ്, അല്ലെ? അപ്പൊ എന്തായിരുന്നു ചോദ്യം? ഈ വസ്തുതകളിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്താൻ പറഞ്ഞതാണ്, അല്ലെ? ഏതൊക്കെയായിരുന്നു ഇതിൽ ശരിയായ പ്രസ്താവനകൾ? ഓപ്ഷൻ ഏതൊക്കെയായിരുന്നു ശരി? 2ഉം 4ഉം മാത്രമാണ് ശരി. നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്, അല്ലെ? എന്താണ് ഭൂമിയുടെ ആകൃതി എന്ന് പറഞ്ഞാല്? അതായത് ഭൂമിയുടെ ആകൃതി ധ്രുവങ്ങൾ കുറച്ച് പരന്നതും, അത് മാത്രമല്ല മധ്യഭാഗം ചെറുതായിട്ട് വീർത്തിരിക്കുന്നതുമായിട്ടുള്ള ഒരു ആകൃതിയാണ് ജിയോയിഡ് എന്ന് പറയുന്നത്. ആ ആകൃതിയാണ് ആർക്കുള്ളത്? ഭൂമിക്ക് ഉള്ളത്, അല്ലെ? ഭൂമിയുടെ കേന്ദ്രഭാഗത്തു കൂടി കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ് ഏത്? അച്ചുതണ്ട്, അല്ലെ? ആ അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂമി എന്ത് ചെയ്തത്? സ്വയം കറങ്ങുന്നത്. ഓക്കെ അല്ലേ? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂവൽക്കവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അല്ലെ? ഭൂവൽക്കം, അല്ലെ? മാൻഡിൽ, സീമ എന്നൊക്കെ പറഞ്ഞിട്ട്, സിവാലിക് എന്നൊക്കെ പറഞ്ഞ് എന്നും ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്, അല്ലെ? PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേഖലയാണ് തോന്നുന്നു ഇത്. അപ്പോ നോക്കിയേ, ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നോക്കൂ. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഖരഭാഗമാണ് ഭൂവൽക്കം. ശരിയാണോ? ശരിയാണ്, അല്ലെ? ഭൂമിയുടെ പുറമേയുള്ള ഖരഭാഗമാണ് ഏത്? ഭൂവൽക്കം. നോക്കൂ, അടുത്ത പ്രസ്താവന, ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്നറിയപ്പെടുന്നു. അതും ശരിയാണ്. അടുത്തത് നോക്കൂ, സമുദ്രതട ഭൂവൽക്കം വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. ശരിയാണോ? ശരിയാണ്. അടുത്തത് നോക്കൂ, ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന് ഇത് അറിയപ്പെടുന്നു. ശരിയാണോ? ശരിയാണ്. അപ്പൊ ഏതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന് ഭൂവൽക്കം അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഏതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. ഉറപ്പല്ലേ? അല്ലെ? അതായത് ഭൂമിയില് ശിലാനിർമ്മിതമായിട്ടുള്ള ഒരു കട്ടിയുള്ള ഭാഗമാണ് നമ്മൾ എന്ത് പറയണത്? ഭൂവൽക്കം എന്ന് പറയുക, അല്ലെ? ഭൂവൽക്കത്തിന്റെ വൻകര ഭാഗങ്ങളുടെ മുകൾ തട്ടാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സിയാല്, അല്ലെ? സിലിക്കനും അലുമിനിയമാണ് അതിൽ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് അത് സിയാൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. സിയാലിന് തൊട്ടു താഴെയായി കാണപ്പെടുന്ന കടൽ തറ ഭാഗമാണ് സീമ, അല്ലെ? സിമയിൽ എന്തൊക്കെയുണ്ട്? സിലിക്കണും അതുപോലെ തന്നെ മാഗ്നീഷ്യവും. ഓക്കെ അല്ലേ? അപ്പൊ ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗം ഏതാണ്? അത് ഭൂവൽക്കമാണ്. ഭൂവൽക്കത്തിലെ വൻകരകളുടെ മുകൾ തട്ട് സിയാൽ എന്നും താഴെ സമുദ്രങ്ങളുടെ അടിത്തട്ട് അല്ലെങ്കിൽ തറഭാഗം സിമ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് തെറ്റായതെന്ന് വേഗം പറഞ്ഞോളൂ. വേഗം നോക്കൂ. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ് കാമ്പ്.
ശരിയാണോ? ശരിയാണോ? തെറ്റാണ് അല്ലെ? കാമ്പല്ല. ഏതാണ് ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം എന്ന് പറയുന്നത്? അത് മാന്റിൽ ആകുന്നു. മാന്റിൽ ആണ്. കാമ്പ് നൈഫ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ശരിയാണ് അല്ലെ? അഗ്നിപർവ്വത സ്ഫോടന ഫലമായി പുറത്തെത്തുന്ന ലാവയുടെ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ. അതും ശരിയാണ്. ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഒന്ന് മാത്രമാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി അല്ലേ ശരി ഉത്തരമായിട്ട് പറയണത്? ഈ കാമ്പ് എന്തുകൊണ്ടാണ് ഇത് ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗം നമ്മൾ മാന്റിലാണെന്ന് പറഞ്ഞു അല്ലെ? കാമ്പ് എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്? കാമ്പ് ഘനലോഹങ്ങളായിട്ടുള്ള ഇരുമ്പ്, നിക്കൽ എന്നിവ കൊണ്ട് നിർമ്മിച്ചവയാണ് കേട്ടോ. ഇരുമ്പ്, നിക്കലും. അടുത്ത ചോദ്യം, അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക അല്ലെ? അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണേ. അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് വേഗം നോക്കൂ. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് അന്തരീക്ഷം. ശരിയല്ലേ? ശരിയാണ്. നോക്കൂ, ഭൂമിയിലെ താപനില നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് ഇത് വഹിക്കുന്നു അല്ലേ? ശരിയാണോ? ശരിയാണ്. ഇനി നോക്കൂ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് ഹൈഡ്രജൻ. ആണോ? എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലേ? ഹൈഡ്രജൻ അല്ല. ഏതാണ്? നൈട്രജൻ ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം. ഉറപ്പല്ലേ? അടുത്തത് നോക്കൂ, അന്തരീക്ഷത്തിലെ വാതകങ്ങൾ, ജലാംശം, പൊടിപടലങ്ങൾ എന്നിവയെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് ഭൂഗുരുത്വമാണ്. ശരിയല്ലേ? ശരിയാണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? 1, 2, 4 നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് അന്തരീക്ഷ പാളി ഏതാണെന്ന് കണ്ടുപിടിക്കുക അല്ലെ? ഈ അന്തരീക്ഷ പാളിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തായാലും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പല്ലേ? നമ്മൾ കഴിഞ്ഞ പരീക്ഷകളൊക്കെ എഴുതിയതിന്റെ അടിസ്ഥാനത്തിൽ നോക്കൂ, ഈ അന്തരീക്ഷ പാളി എന്നൊക്കെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. നോക്കൂ, ക്ലൂസ് സൂചനകൾ ഇതെല്ലാമാണേ. ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം, ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി, ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കൂടുന്നു, നാക്രിയസ് മേഘങ്ങൾ കാണപ്പെടുന്ന പാളി ആണ് ഇത്. ഏതാണ് ആ പാളി? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. സ്ട്രാറ്റോസ്ഫിയറിനെ പറ്റിയിട്ടുള്ള പ്രസ്താവനകളാണ് ഈ പറഞ്ഞതെല്ലാം അല്ലെ? നമുക്കറിയാലോ അന്തരീക്ഷത്തിലെ പ്രധാനപ്പെട്ട പാളികൾ ഏതൊക്കെയാണ്? സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ ഇതൊക്കെയാണ് അല്ലെ? നോക്കൂ, സ്ട്രാറ്റോസ്ഫിയർ എന്താണ്? ഭൂമിയിൽ നിന്ന് ഏകദേശം എത്രയുണ്ട്? ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മേഖലയാണ് അല്ലെ സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറോ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കിടക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയാം അല്ലെ? മിസോസ്ഫിയർ ഭൗമോപരിതലത്തിൽ നിന്നും 50 മുതൽ 80 കിലോമീറ്റർ വരെ കാണപ്പെടുന്നുള്ളൂ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, അടുത്ത ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ട അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. നോക്കൂ, സംക്രമണ മേഖലകൾ എന്നറിയപ്പെടുന്ന അന്തരീക്ഷ ഭാഗം ഏതാണ്? സംക്രമണ മേഖലകൾ എന്നറിയപ്പെടുന്ന അന്തരീക്ഷ മേഖല അല്ലെങ്കിൽ അന്തരീക്ഷ ഭാഗം ഏതാണ് ഈ പറഞ്ഞതില്? ട്രോപ്പോപാസ് ആണോ, സ്ട്രാറ്റോപാസ് ആണോ, മിസോപാസ് ആണോ, അതോ ഇവയെല്ലാം ആണോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ആണ്. ട്രോപ്പോപാസ് ആയിക്കോട്ടെ, സ്ട്രാറ്റോപാസ് ആയിക്കോട്ടെ, മിസോപാസ് ആയിക്കോട്ടെ, ഇവയെല്ലാത്തിനെയുമാണ് നമ്മൾ എന്ത് പറയണത്? സംക്രമണ മേഖലകൾ എന്ന് പറയുന്നത് അല്ലെ? അതായത് അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മില്, അന്തരീക്ഷ മണ്ഡലങ്ങളായിട്ടുള്ള അന്തരീക്ഷ പാളികളായിട്ടുള്ള മിസോസ്ഫിയറിനെയും ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും ഒക്കെ എന്താ പറയാ ഛേദം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ അതിനെയൊക്കെ വേർതിരിക്കുന്ന ഭാഗങ്ങളാണ് ഈ പറയുന്ന ട്രോപ്പോപാസും സ്ട്രാറ്റോസ്പാസും മീസോപാസും. അപ്പൊ ഇവയെല്ലാത്തിനെയും നമ്മൾ എന്താ വിളിക്കുക? ഇതിനെല്ലാത്തിനെയും അന്തരീക്ഷത്തിലെ
സംക്രമണ മേഖല എന്നാണ് വിളിക്കുന്നത്. അടുത്തത്, തന്നിരിക്കുന്നവയിൽ മേഘങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുത വിലയിരുത്തുക. സോറി, മേഘങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുത. ഏതൊക്കെയാണ് മേഘങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുത? ഏതൊക്കെയാണ്? വേഗം ഒന്ന് നോക്കിയേ. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ ഉയരത്തിലായി തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നവയാണ് സിറസ് മേഘങ്ങൾ. ആണോ? ആണ്, ശരിയാണ്. നോക്കൂ, താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന മഴമേഘങ്ങളെ നിംബസ് ആണ്. ശരിയാണ്. ഉയർന്ന സംവഹന ഫലമായി രൂപം കൊള്ളുന്നവയാണ് ക്യുമുലസ് മേഘങ്ങൾ. അതും ശരിയാണ്. താഴ്ന്ന വിതാനത്തിൽ കനത്ത പാളികളായി കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. അതും ശരിയാണ്. ഏതാണ് നമ്മുടെ ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. മേഘങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ് അല്ലെ? പ്രധാനമായി അന്തരീക്ഷത്തിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന മേഘങ്ങൾ ഏതൊക്കെയാണ്? സിറസ് മേഘങ്ങള്, നിംബസ് മേഘങ്ങൾ, ക്യുമുലസ് മേഘങ്ങൾ, അതുപോലെ തന്നെ സ്ട്രാറ്റസ് മേഘങ്ങൾ ആണ്. ഓർപ്പല്ലേ? അടുത്ത ചോദ്യം. മണലിന്റെയും ഗ്രാനൈറ്റിന്റെയും മിശ്രിതമാണ് ഡാഷ് അല്ലെ? മണലിന്റെയും ഗ്രാനൈറ്റിന്റെയും മിശ്രിതം ഏതാണ്? മണലിന്റെയും ഗ്രാനൈറ്റിന്റെയും മിശ്രിതമായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? ശരി ഉത്തരമായിട്ട് വരുന്നത് ഫെൽസ്പാർ ആണോ, ക്വാർട്സ് ആണോ, മൈക്കയാണോ, പൈറോക്സിൻ ആണോ? ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ക്വാർട്സ് ആണ് അല്ലെ? അതായത് വെള്ളത്തിൽ അലിയാത്ത ഉറപ്പുള്ള ഒരു തരം ധാതുവാണ് ഈ ക്വാർട്സ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഗ്രാനൈറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ്, ഒരു ഘടകം കൂടിയാണ് ഏത്? ഈ ക്വാർട്സ്. ഫെൽസ്പാർ എന്താണ്? സിലിക്കണും ഓക്സിജനും ചേർന്ന ഒരു സംയുക്തമാണ് കേട്ടോ ഈ ഫെൽസ്പാർ എന്ന് പറയുന്നത്. അത് മാത്രല്ല, ഇത് ഗ്ലാസ് നമ്മൾ വെള്ളം കുടിക്കുന്ന കുപ്പി ഗ്ലാസ് അതുപോലെ തന്നെ സെറാമിക്സ് എന്നിവയുടെയൊക്കെ ഉൽപാദനത്തിന് ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ആഗ്നേയ ശിലകൾ സംബന്ധിച്ച തെറ്റായ വസ്തുത കണ്ടെത്തുക. ആഗ്നേയ ശിലകളുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തെറ്റായവ കണ്ടെത്തുക. വേഗം കണ്ടെത്തിക്കോളൂ. ഏതൊക്കെയാണ് തെറ്റായവ? ഒന്ന്, അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നു അല്ലെ? അടിസ്ഥാന ശില എന്ന് പറഞ്ഞാലും മാതൃശില എന്നൊക്കെ പറഞ്ഞാലും ഏത് തന്നെയാണ്? അത് എന്തിനെ കുറിച്ചാണ്? അത് ആഗ്നേയ ശിലകളെ കുറിച്ചാണ്. ഓക്കെ ആണോ? അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നു. ശരിയാണ് അല്ലെ? ഫോസിലുകൾ കാണപ്പെടുന്ന ശിലയാണ്. ആണോ? അല്ല. ഫോസിലുകൾ കാണപ്പെടുന്ന ശില എന്ത് പേരിൽ അറിയപ്പെടുന്നു? അവസാദ ശിലയാണ്. ഫോസിലുകൾ കാണപ്പെടുന്ന ശിലയാണ് അവസാദ ശില. ലാവ ഘനീഭവിച്ചുണ്ടാകുന്ന ശിലയാണ് ആഗ്നേയ ശില. ശരിയല്ലേ? ശരിയാണ്. ആദിമ ശിലകൾ എന്നറിയപ്പെടുന്നു. അതും ശരിയാണ്. അപ്പോ താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ വസ്തുത ഏത് മാത്രമാണ്? 2 മാത്രമാണ് തെറ്റ്. നമ്മുടെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അല്ലെ? ശിലകളുടെ മാതാവ്, പ്രാഥമിക ശില, പിതൃശില എന്നെല്ലാം അറിയപ്പെടുന്ന ശില ഏതാണ്? ആഗ്നേയ ശിലയാണ്. അത് മാത്രമല്ല, അന്തരീക്ഷത്തിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയാണിത്. അഗ്നിപർവ്വത ജന്യശിലകൾ എന്ന് പറഞ്ഞാലും അപ്പോഴും നമ്മൾ എന്തേ പറയാൻ പറ്റൂ? അത് ആഗ്നേയ ശിലകളാണെന്ന് മനസ്സിലാക്കണം. അടുത്ത ചോദ്യം. അടിസ്ഥാന ശിലകളും അവയ്ക്ക് കായാന്തരിതം സംഭവിച്ചുണ്ടാകുന്ന ശിലകളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവയിൽ നിന്ന് ശരിയായവ മാത്രം തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ്? അതായത് ഒന്ന് മനസ്സിലാക്കണം നമ്മള്, അടിസ്ഥാന ശിലയും അവയിൽ നിന്ന് കായാന്തരിതം സംഭവിച്ചുണ്ടാകുന്ന ശിലകളുമാണ് തന്നിരിക്കുന്നത് കേട്ടാ. അപ്പൊ അതിൽ നിന്ന് ശരിയായത് കണ്ടെത്തണേ. ഗ്രാനൈറ്റ്, നൈസ് ശരിയാണോ? ശരിയാണ്. ഓക്കെ. ചുണ്ണാമ്പുകല്ല് ഏതാണ്? മാർബിൾ. അതും വളരെ ഫെമിലിയർ ആയിട്ട് നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ പലതവണ പരീക്ഷകളിലൊക്കെ ചോദിച്ചൊരു ഭാഗമാണ്. അടുത്ത് നോക്കൂ, ബസാൾട്ട്, ഷിസ്റ്റ്. ശരിയല്ലേ? ശരിയാണ്. കൽക്കരി ഏതാ? ഗ്രാഫൈറ്റ്. ശരിയാണോ? ശരിയാണ്. എന്താണ്? എല്ലാം ശരിയാണ് അല്ലെ? എല്ലാം ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം അല്ലേ? അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ്
പൗരത്വം എന്ന ആശയത്തെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? അല്ലെ, എന്താണ് പൗരത്വം എന്ന് പറഞ്ഞാല്? പൗരത്വം എന്ന് പറഞ്ഞാല് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് ഏതാണ് പൗരത്വം എന്ന് പറയുന്ന ആശയത്തെ കുറിച്ച് കൂടുതൽ അറിവ് തരുന്നത്, വിവരിക്കുന്നത്? ഏതാണ്? ഒരു വ്യക്തിക്ക് ഒരു രാജ്യത്ത് താമസിക്കാനുള്ള അവകാശം നൽകുന്ന നിയമപരമായ പദവി, അതാണോ? അതോ പൗരജീവിതത്തിലെ പങ്കാളിത്തത്തിലൂടെ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന ദേശീയ സ്വത്വത്തിന്റെ പ്രകടനാത്മകമായ ഒരു പ്രവൃത്തി, അല്ലെ? അടുത്തത് ഏതാണ്? റെജീന ആൻസർ പറഞ്ഞു, ശ്രുതി ആൻസർ പറഞ്ഞു. 97-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഭാഗം 9B ഉൾപ്പെടുത്തി സഹകരണ സംഘങ്ങൾക്ക് ഭരണഘടനാ പദവി, അതാണോ? അതെന്തായാലും അല്ല, അല്ലെ? ഒരു പ്രത്യേക രാഷ്ട്രവുമായി പങ്കിട്ട സാംസ്കാരിക സ്വത്വം. ഏതാണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം, അല്ലെ? ഒരു വ്യക്തിക്ക് ഒരു രാജ്യത്ത് താമസിക്കാനുള്ള പ്രത്യേക അവകാശമാണ് പൗരത്വം എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 2-ൽ 5 മുതൽ 11 വരെയുള്ള ഭരണഘടനാ വകുപ്പുകൾ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഈ പറയുന്ന പൗരത്വം എന്ന് പറയുന്ന അവകാശത്തെ കുറിച്ചാണ്, അല്ലെ? ഇന്ത്യ എങ്ങനെയുള്ള പൗരത്വമാണ് മക്കളെ വിഭാവനം ചെയ്തത്? ഇന്ത്യ ഏക പൗരത്വമാണ്, സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ആശയമാണ് ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്നത്. നമ്മൾ എവിടുന്നാണ് ഈ പൗരത്വം എന്ന് പറയുന്ന ആശയം കടം കൊണ്ടത്? അതറിയാമോ? എവിടുന്നാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ, തെറ്റിക്കല്ലേ, മറന്നു പോവല്ലേ. ബ്രിട്ടനിൽ നിന്നാണ് പൗരത്വം എന്ന് പറയുന്ന ആശയം നമ്മള് കടമെടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? 1955-ലാണ് പൗരത്വ നിയമം ഇന്ത്യയിൽ പാസാക്കിയത്. അടുത്തത്, ഭരണഘടനയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഏതെല്ലാമാണ്? ഞാൻ ഇപ്പൊ പറഞ്ഞുള്ളൂ, അല്ലെ? ഏതൊക്കെയാണ്? ഭരണഘടനയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി ആണ് 15 മുതൽ, അല്ലെ? ഇന്ത്യൻ ഭരണഘടനയില് പാർട്ട്, അതായത് ഭാഗം 2-ൽ ഈ പറയുന്ന 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളും എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? നമ്മുടെ പൗരത്വം എന്ന് പറയുന്ന ആശയത്തെ കുറിച്ചാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, 1955-ലെ പൗരത്വ നിയമപ്രകാരം ഇന്ത്യൻ വംശജനായ ഒരാൾക്ക് ഇന്ത്യൻ പൗരനാകാൻ എത്ര വർഷം ഇന്ത്യയിൽ താമസിക്കണം? പറഞ്ഞേ. അതായത് നമ്മുടെ 1955-ലെ പൗരത്വ നിയമം അനുസരിച്ച് ഇന്ത്യൻ പൗരനാകാനായിട്ട് ഒരു വ്യക്തിക്ക് എത്ര വർഷമാണ് ഇന്ത്യയിൽ താമസിക്കേണ്ടത്? എത്ര വർഷം താമസിക്കണം? എത്ര വർഷമാണ്? ഏതാണ് ശരി ഉത്തരം എന്ന് പറയുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, 7 വർഷമാണ്, അല്ലെ? 1955-ലെ പൗരത്വ നിയമം, അല്ലെ? 55-ല് ഇന്ത്യൻ പാർലമെന്റ് ആണ് പൗരത്വ നിയമം പാസാക്കിയത്, അല്ലെ? എത്ര വർഷം വേണം? അതായത് ഈ പൗരത്വ നിയമപ്രകാരം ഇന്ത്യൻ വംശനായ ഒരാൾക്ക് പൗരനാകാനായിട്ട് 7 വർഷം ഇന്ത്യയില് സ്ഥിരമായിട്ട് താമസിച്ചിരിക്കണം. 7 വർഷമാണ് ശരിയായിട്ടുള്ള ഉത്തരം, 7 ആണ്, അല്ലെ? ഇനി ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെയാണ് പൗരത്വം ലഭിക്കുക? പ്രധാനമായിട്ട് 5 മാർഗങ്ങളിലൂടെ പൗരത്വം ലഭിക്കും, അല്ലെ? എങ്ങനെയൊക്കെയാണ്? ജന്മസിദ്ധമായ പൗരത്വം ലഭിക്കും, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം ലഭിക്കും, രജിസ്ട്രേഷൻ മുഖാന്തരമുള്ള പൗരത്വമുണ്ട്, അതുപോലെ തന്നെ ചിരകാല അധിവാസം മൂലമുള്ള പൗരത്വമുണ്ട്. ഇനി അതല്ല, പ്രദേശ സംയോജനം, വല്ല പ്രാദേശിക സംയോജനം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് കിട്ടാം? പൗരത്വം ലഭിക്കാം. അപ്പൊ 5 മാർഗങ്ങളിലൂടെ നമുക്ക് എന്ത് കിട്ടും? പൗരത്വം ലഭിക്കുന്നതാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ് പ്രസ്താവനകൾ? നോക്കൂ. ഇന്ത്യൻ ഭരണഘടന ഏക പൗരത്വം എന്ന ആശയമാണ് വിഭാവനം ചെയ്തത്. ശരിയാണോ? ശരിയാണ്. ആർട്ടിക്കിൾ 11-ൽ പൗരത്വത്തിനുള്ള അവകാശം പാർലമെന്റ് നിയമം വഴി ക്രമപ്പെടുത്താവുന്നതാണെന്ന് പ്രതിപാദിക്കുന്നുണ്ട്. ശരിയാണോ? വളരെ ശരിയാണ്, അല്ലെ? അടുത്തത്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്നത്. വളരെ ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിലായിട്ടാണ്
പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ശരിയാണോ? ശരിയാണ് അല്ലെ? ഏതാണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്? എന്താണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ സി ആണ്. ഇവയെല്ലാം ശരിയാണ് അല്ലെ? പൗരത്വവുമായി ബന്ധപ്പെട്ട ഈ എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുന്നത്? അല്ലെ? ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ സാഹചര്യം ഏതൊക്കെയാണ്? എങ്ങനെയൊക്കെയാണ്? ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഇതും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചോദ്യം തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അല്ലെ? നമുക്കറിയാം പ്രധാനമായിട്ടും 5 മാർഗങ്ങളിലൂടെ നമുക്ക് പൗരത്വം ആർജിക്കാൻ പറ്റും. അതായത് നമുക്ക് പൗരത്വം ഒരു രാജ്യത്തിന്റെ നേടിയെടുക്കാനായിട്ട് 5 മാർഗങ്ങളുണ്ട്. എന്നാൽ പൗരത്വം നഷ്ടപ്പെടാനായിട്ട് എത്ര മാർഗങ്ങളാണ്? 3 മാർഗങ്ങളാണ് അല്ലെ? ഏതൊക്കെയാണത്? ഈ പറഞ്ഞവയെല്ലാം ശരിയാണ്. പരിത്യാഗത്തിലൂടെ അവസാനിപ്പിക്കുക, നിർത്തലാക്കുക വഴി പൗരത്വാപഹരണം, ഈ 3 മാർഗങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് അല്ലെ? എന്താണ് പറയണത്? പരിത്യാഗം എന്ന് പറഞ്ഞാല് സ്വമേധയായിട്ട് ഒരു വ്യക്തി, പ്രായപൂർത്തിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് സ്വമേധയായിട്ട് എന്ത് വെക്കാം? വേറൊരു രാജ്യത്ത് പോയി സെറ്റിൽ ചെയ്യാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ത്യ വേണ്ട, ഞാൻ വേറെ രാജ്യത്ത് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വമേധയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പൗരത്വത്തെ എന്ത് ചെയ്യാം? ത്യജിക്കാം, പരിത്യാഗം ചെയ്ത് വേറൊരു രാജ്യത്തിന്റെ പൗരത്വം ഏറ്റെടുക്കാം. ഇനി പൗരത്വം നിർത്തലാക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഏതെങ്കിലും വ്യക്തികൾ യുദ്ധസമയത്തോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് എതിരായിട്ട് യുദ്ധം, 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് നമ്മുടെ എതിർചേരിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയോ തെളിയിക്കപ്പെടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പൗരന്റെ പൗരത്വം റദ്ദാക്കാനുള്ള അവകാശം ആർക്കുണ്ട്? നമുക്ക് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി പൗരത്വ അപഹരണം എന്ന് പറഞ്ഞാൽ എന്താണ്? തുടർച്ചയായിട്ട് കുറെ വർഷം, അതായത് 7 വർഷം തുടർച്ചയായിട്ട് നമ്മുടെ രാജ്യത്തെ ആബ്സെന്റ് ആയിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വ്യക്തിയുടെ പൗരത്വം അപഹരിക്കും. പൗരത്വ അപഹരണം അങ്ങനെയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ചില വ്യക്തികൾ വ്യാജന്മാരായിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് താമസിക്കുന്നവരുണ്ടാവും അല്ലെ? അവരുടെ പൗരത്വം വ്യാജമാണെന്ന് തെളിയിക്കപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പൗരത്വത്തെ ഇല്ലാതാക്കാനായിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ ഈ പറഞ്ഞവയെല്ലാം എന്താണ്? പൗരത്വം റദ്ദാക്കുന്നതിനുള്ള അല്ലെങ്കിൽ പൗരത്വം തടയുന്നതിനുള്ള മാർഗങ്ങൾ ആകുന്നു. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക അല്ലെ? പൗരത്വം പഠിക്കുമ്പോ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് എന്തായാലും ഉണ്ടാവും. നോക്കിയേ, പൗരത്വ ഭേദഗതി ബില്ല് ലോകസഭ പാസാക്കിയത് 2019 ഡിസംബർ 12-നാണ്. തെറ്റാണ്. എന്താണ്? ഡിസംബർ 10-നാണ് ലോകസഭ പാസാക്കിയത്. ഓക്കെ, ഞാൻ 12 എന്താന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടാ. പൗരത്വ ഭേദഗതി നിയമം രാജ്യസഭ പാസാക്കിയത് 2019 ഡിസംബർ 11-ന്. അത് ശരിയാണ്. അടുത്ത നോക്കൂ, പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2020 ജനുവരി 10-ആണ്. ശരിയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ ആദ്യമായിട്ട് ഒരു പ്രമേയം പാസാക്കിയത് ആരാണ്? അത് പഞ്ചാബാണ്. ശരിയാണോ? തെറ്റാണ്. പഞ്ചാബാണോ? പഞ്ചാബല്ല, കേരളമാണ് ആദ്യമായിട്ട് പൗരത്വത്തിനെതിരായിട്ട് നിയമസഭയില് ബില്ല് പാസാക്കിയത്. 2ാമത്തെ സംസ്ഥാനമാണ് ഏത്? പഞ്ചാബ്. ഓക്കെ, ഇനി ഈ ഡിസംബർ 12 എന്താണ്? ഡിസംബർ 12 2019-ലാണ് ഈ പൗരത്വ ഭേദഗതി നിയമത്തിന് നമ്മളുടെ ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. ഓക്കെ അല്ലേ?